സൂറന്ന കാഹളത്തിന്റെ ഒന്നാമത്തെ ഊത്തിലൂടെ ജനങ്ങളെ പേടിച്ചുകൊണ്ട് 40 കൊല്ലം ലക്കും ലഗാനമില്ലാതെ ഓടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് രണ്ടാമത്തെ ഊത്തുദാ പറയുകയാണ്. ഈ ഊത്തിലൂടെ സർവരെയും മരിപ്പിക്കുകയാണ്. വയൗമ യൂഫഖു ഫിസ്സൂർ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ രണ്ടാമത്തെ ഊത്തങ്ങോട് നടത്തുമ്പോ ആകാശഭൂമികളിലുള്ള സർവസൃഷ്ടിജാലങ്ങളും ആ ഊത്തിന്റെ ആഘാതത്താൽ മരിക്കുമത്രേ, മരണത്തിലേക്ക് പോകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എല്ലാവരും മരിക്കുകയാണ്, മരിപ്പിക്കാനുള്ള ഊത്താണ്. ഇനിയാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മപ്രധാനം. അശ്റയിലേക്ക് പോവാൻ, ഫലസ്തീനിലേക്ക് പോവാൻ. ശരിക്കും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഊത്ത് തങ്ങൾ പറയുകയാണ്, ലോകത്തുള്ളതാകുന്ന സർവരെയും മരിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവസാനമായി ജിബ്രീലിനെയും മീകായിലിനെയും അസ്റായീലിനെയും ഇസ്രാഫീലിനെയും ആത്മാവിനെ വേർപെടുത്തുകയാണ്. അതിനുശേഷം ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് അല്ലാഹു ആത്മാവ് നൽകുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് പറയുകയാ, മൂന്നാമത്തെ ഊത്തൊന്ന് ഊതണേ ഊതണേ. എല്ലാരെയും മരിപ്പിച്ച് അല്ലാഹു മാത്രമുള്ള സമയത്ത് അല്ലാഹു വീണ്ടും ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് റൂഹ് നൽകിയിട്ട് പറയും, ഊത്. എല്ലാരും തിരിച്ചു കൊണ്ടുവരും, ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് പോവാൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ثم ينفخ فيه أخرى فإذا هم قيام ينظرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ജനങ്ങളിതാ ഖബർ പിളർന്ന് എഴുന്നേൽക്കുകയാണ്. പരസ്പരം നോക്കുകയാണ്. ഖബർ പിളർന്നുകൊണ്ട് കടന്നു വരുന്ന ജനങ്ങളെ ചോദിക്കുമത്രേ, ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഞങ്ങൾ ഉറക്കിലായിരുന്നല്ലോ, ഈ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയത് ആരാണ്? മലക്കുകൾ ഉടനെ മറുപടി നൽകുകയാണ്, ഇതാണ് നിങ്ങൾക്ക് പ്രവാചകന്മാർ നിങ്ങളുടെ കാലഘട്ടത്തിൽ വന്നുകൊണ്ട് പ്രബോധനം നടത്തിയപ്പോൾ പറഞ്ഞതായ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസമാണ്. ദുനിയാവിൽ നിങ്ങൾ സുകൃതം ചെയ്തവരാണോ, നമസ്കരിച്ചവരാണോ, നോമ്പ് നോറ്റവരാണോ, സകാത്ത് കൊടുത്തവരാണോ, ഹജ്ജ് ചെയ്തവരാണോ, പാവങ്ങളുടെ കണ്ണീരൊപ്പിയവരാണോ, അല്ലാഹുവിന്റെ പള്ളിക്ക് സദഖ കൊടുത്തവരാണോ, മദ്രസയ്ക്ക് സഹായം ചെയ്തവരാണോ, എല്ലാ സദഖകളുടെയും പരിപൂർണമായ പ്രതിഫലം അല്ലാഹു ഇന്നാണ് നിങ്ങൾക്ക് രേഖപ്പെടുത്തി നൽകുക. ഇന്ന് പരിപൂർണമായ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തി നൽകുന്ന ദിവസമാണ്. തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നിങ്ങളുടെ എല്ലാ നന്മ തിന്മകളുടെ പ്രതിഫലങ്ങൾ പൂർത്തീകരിച്ച് നൽകുന്നത് ഇന്നത്തെ ദിവസമാണെന്ന് പ്രവാചകന്മാർ ഉരുവിട്ടില്ലയോ? ആ ദിവസമാണിത്. ഇത് പരിശുദ്ധമായ ദിവസമാ. ഇത് ഖിയാമത്ത് ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹിയ അർദുൽ മഹ്ശരി വ അർദുൽ മൻശരി. ഇന്ന് ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ജെറുസലേമിലെ പരിശുദ്ധമാക്കപ്പെട്ടതായ മസ്ജിദുൽ അഖ്സയുടെ പരിസരം, അവിടെയാണ് നാളെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന മഹ്ശറ. അവിടെയാണ് മഹ്ശറ ഉണ്ടാവുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഫലസ്തീൻ മുസ്ലിമീങ്ങൾ കന്യമല്ല.
നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മൻ അറാദ അൻ യൻദുറ ഇലാ ബുഖാത്തിൻ മിൻ ബിഖായിൽ ജന്ന ഫല്ലൻദുർ ഇലാ ബൈത്തുൽ മഖ്ദസി. സ്വർഗ്ഗത്തിൻ്റെതാകുന്ന പ്രവിശാലമാക്കപ്പെട്ട ഒരു ഭൂമി ഈ ദുനിയാവിൽ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഫല്ലൻദുർ ഇലാ ബൈത്തുൽ മഖ്ദസി. ഫലസ്തീൻ വരെയൊന്ന് പോകണേ, മസ്ജിദുൽ അഖ്സയൊന്ന് കാണണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മസ്ജിദുൽ അഖ്സ സ്വർഗ്ഗത്തിലേക്ക് ചേർക്കുന്ന സ്ഥലമാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ കാണാൻ അവസരം കിട്ടിയവരൊന്ന് കൈയുയർത്തിക്കാരാണ് ഈ മജ്ലിസ്. അൽഹംദുലില്ലാഹ്. ഒരാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ? രണ്ടുപേരുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു പുണ്യഭൂമിയിൽ പോകാൻ തൗഫീഖ് തരട്ടെ. നമ്മൾ അതിനെ നിസാരമായി കണ്ടതുകൊണ്ടാണ്, ആ പള്ളിയെ നിസാരമായിട്ട് കണ്ടു ഇന്നത്തെ തലമുറ. അതുകൊണ്ടാണ് പോകാൻ സൗഭാഗ്യം കിട്ടാത്തത്. അല്ലാഹു നമുക്ക് പോകാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു പോകാൻ തൗഫീഖ് തരട്ടെ. സ്വർഗ്ഗത്തിലെ സ്ഥലം ഈ ദുനിയാവിൽ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഏത് പോയി കാണാൻ? ഫല്ലൻദുർ ഇലാ ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസ് എന്ന് പോയി കാണാം. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു കാണാൻ തൗഫീഖ് തരട്ടെ. പോരാ, ശബ്ദമില്ല, ഉറക്കെ പറയുന്ന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പോരല്ലോ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ബൈത്തുൽ മുഖദ്ദസ് കണ്ണുകൊണ്ട് നേർക്ക് നേരെ കാണാനും അതിനുള്ളിൽ നിസ്കരിക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിക്കാതെ ഈ സദസ്സിലുള്ള ഒരാളെയും നീ മരിപ്പിക്കല്ലേ റബ്ബേ. ഞങ്ങൾക്ക് അതിനുള്ള ആഫിയത്ത് തരണേ അല്ലാഹ്. സിഹത്ത് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകട്ടെ. നിയ്യത്ത് വെക്ക്. നിയ്യത്താണ് ഏറ്റവും വലുത്. നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. അവിടെ ചെന്ന് അമൽ ചെയ്യുന്നതിനേക്കാൾ ഫലമാണ് മനസ്സുകൊണ്ടുള്ള കരുത്ത്. പോകണ്ട എന്ന് പറഞ്ഞ ആമീൻ പറയരുത്. മനസ്സുകൊണ്ടൊരു കരുത്തുണ്ടാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിയ്യത്ത് നല്ലതെങ്കിലും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നല്ല കരുത്തുണ്ടായാൽ, നിയ്യത്തുണ്ടായാൽ ഇൻഷാ അല്ലാഹ് എത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചില ആളുകളുണ്ട് മക്കത്ത് മദീനത്ത് പോകാൻ മനസ്സുകൊണ്ട് വല്ലാതെ കൊതിക്കുന്നവര്. ഉറപ്പാണ് അവർ മരിക്കുന്നതിനും കൂടെ അല്ലാഹു എത്തിച്ചിട്ടുണ്ടാവും. ചിലർക്ക് ഒരു കൊതിയില്ല, സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ പറഞ്ഞിരുന്ന് കോടിക്കണക്കിന് സമ്പത്തുള്ള ആളുകൾക്ക് മക്കയിൽ മദീനയിൽ എത്താൻ പറ്റിയിട്ടില്ല. 40 കൊല്ലം സൗദിയിൽ ജോലി ചെയ്ത മനുഷ്യൻ എന്നോട് നേർക്ക് നേരെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവിടെ ഒരു ഉംറ പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ? പോകുമ്പോഴേ നീയത്ത് ബിസിനസ് ആയിരുന്നു. പിന്നെ അവസാനം ഷുഗർ വന്ന് കാല് തുടയുടെ ഭാഗം വെച്ച് മുറിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടത്. അല്ലാഹു അദ്ദേഹത്തിന് ഉംറ ചെയ്ത കൂലി അല്ലാഹു നസീബാക്കട്ടെ. അദ്ദേഹം എന്നോട് നേരെ പറഞ്ഞതാണ്, മരിക്കുന്നതിന് മുമ്പ് 40 കൊല്ലം എവിടെ ജോലി ചെയ്തതാണ്? സൗദി ജോലി ചെയ്തതാണ്. പക്ഷെ ഒരിക്കൽ പോലും ഉംറയ്ക്ക് പോലും അവസരം കിട്ടിയിട്ടില്ല. ഒരുപാട് ബാച്ച് പോയി. അവിടുന്ന് ഇങ്ങനെ നാട്ടിൽ നിന്ന് ഇങ്ങനെ എല്ലാ ആഴ്ചയിലും ബസ്സിന് പോകുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പിന്നെ പോവാം ദമാമിൽ ജോലി ചെയ്ത മനുഷ്യരാണ്. പിന്നെ പോകാൻ കരുതി അവസാനം പോക്കടന്നില്ല. ഷുഗർ വന്നു കൂടി. പൈസയുടെ പുറകെ നിന്നതാണ് ദുനിയാവിനും. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പിന്നെ പോവാം കാശുണ്ടല്ലോ, അപ്പൊ അങ്ങനെ പോകാൻ പറ്റുന്നില്ല. മക്കയും മദീനയും ഈ പറഞ്ഞ സ്ഥലങ്ങളൊന്നും പൈസ കൊണ്ടൊന്നും എത്തിപ്പെടൂല. അല്ലാഹു ആക്കണം. തൗഫീഖ് വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനെന്ത് വേണം? നല്ല കരുത്താണ്. സമ്പത്തൊന്നും ഇല്ലെങ്കിലും മനസ്സുകൊണ്ട് നിയത്ത് ചെയ്യണം. അല്ലാഹു എന്നെ പുണ്യഭൂമിയിൽ എത്തിക്കണേ, ഒന്ന് പോകണം, ഒന്ന് കൊതിക്കണം. ആ കൊതി അവരുടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 4 സ്ഥലങ്ങളെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് ചേർക്കുമേ സ്വഹാബ. ഈ ദുനിയാവിലെ 4 സ്ഥലങ്ങളെ അല്ലാഹു നാളെ സ്വർഗ്ഗത്തിലേക്ക് ചേർക്കുമത്രേ. 1 പരിശുദ്ധമായ കഅബയാണ്, 2 എന്റെ മദീനയാണ്, 3ാമത്തേത് ജെറുസലേമിലെ മസ്ജിദുൽ അഖ്സയാണ്, 4ാമത്തേത് സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസ് ആണ്, ദിമഷ്കാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 4 സ്ഥലങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ചേർക്കും. അതിലൊരു സ്ഥലമാണേത് മസ്ജിദുൽ അഖ്സ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്.
ഇതല്ല. അവിടെ പോയി 2 റക്അത്ത് നിസ്കരിച്ചാൽ തന്നെ എല്ലാ പാപങ്ങളും പൊറുക്കും. ഹബീബ് മുഹമ്മദ് മുസ്തഫ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. എവിടെ മസ്ജിദുൽ അഖ്സയിൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആരാ ഇത് പണിതത്? അതറിയണം. സയ്യിദുന ആദം അലൈഹിസ്സലാം മനുഷ്യരിൽ ആദ്യമായി കഅബ പണിതത്, വിശുദ്ധ ദേവാലയമാകുന്ന കഅബ പണിതതും ആരാണ്? സയ്യിദുന ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം കഅബ പണിതതിന് ശേഷം 40 കൊല്ലത്തിന് ശേഷം പണിതതാകുന്ന ഗേഹമാണേത്? പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സ. ഫൗണ്ടേഷൻ ഇട്ടു. രണ്ടിനും ഫൗണ്ടേഷൻ ഇട്ടത് ആരാണ്? മനുഷ്യരിൽ ആദം നബി അലൈഹിസ്സലാം. മലായിക്കത്തുകൾ ആദ്യം ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. ഏതിന്? ബൈത്തുൽ മുഖദ്ദസിന്, അല്ല പരിശുദ്ധമായ കഅബയ്ക്ക്. തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കഅബാലയം പലരും പണിതിട്ടുള്ളതാ, 12 പേരവരാണ് ചരിതമിലുള്ളതാ. മാലാക ആദം ശീസ് ഇബ്രാഹിമുമാ അമാലിക്കും ജുർഹും ഖുസൈ ഖുറൈശുമാ അബ്ദുള്ള ഹജ്ജാജും മുറാദു സുമാനിയും അവസാനമായി ഫഹദാണ് ആല് സഊദിയും. പരിശുദ്ധമായ കഅബാലയം കാലപ്പഴക്കം കൊണ്ട് അതിന് കേടുപാടുകൾ വന്നപ്പോൾ അതിങ്ങനെ പണിത് പൂർത്തീകരിച്ചിട്ടുണ്ട്. പലപ്പോഴായിട്ട് പല കാലഘട്ടങ്ങളിലായി എത്ര ആളുകൾ? 12ഓളം ആളുകൾ പണിതിട്ടുണ്ട്. ആദ്യം മലക്കുകൾ ഫൗണ്ടേഷൻ ഇട്ടു, മനുഷ്യരിൽ ആദം നബി അലൈഹി സ്വലാം ഇട്ടു, പിന്നീട് ശീസ് നബി അലൈഹി സ്വലാം പണിതു, പിന്നീട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകൻ ഇസ്മായിലിനോടൊപ്പം പണിതു, പിന്നീട് അമാലിക്ക ഗോത്രക്കാർ പണിതു, പിന്നീട് ജുർഹും ഗോത്രക്കാർ പണിതു, പിന്നീട് ഖുറൈശികൾ പണിതു, പിന്നീട് അബ്ദുള്ള രാജാവ് പണിതു. ഇങ്ങനെ പല രാജാക്കന്മാരും പലരും പണിതു. അവസാനം ആര് പണിതു? ഫഹദ് രാജാവാണ്, സൗദി ഭരിച്ചിരുന്ന ഫഹദ് രാജാവാണ് അവസാനം ഇന്ന് കാണുന്നതിലേക്ക് വിശുദ്ധമായ കഅബാലയം നല്ല പ്രൗഢിയോടുകൂടി നിലനിർത്തിയത്. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തട്ടെ. അല്ലാഹു അവരുടെ ദറജ ഉയർത്തട്ടെ. അവർ തന്നെയാണ് ഇന്ന് മസ്ജിദുൻ നബവിയും രൂപകൽപ്പന ചെയ്ത് മനോഹരമാക്കിയതും. അവർ തന്നെയാണ് മസ്ജിദ് ഖുബാ പണിതതും ഒക്കെ ഈ ഫഹദ് രാജാവിന്റെ കാലഘട്ടത്തിൽ. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. പറഞ്ഞു വന്നത്, കാലപ്പഴക്കം കൊണ്ട് കേടുപാടുകൾ സംഭവിച്ച ഘട്ടത്തിൽ പണിത ആളുകൾ. മനസ്സിലാകുന്നില്ല? തുടക്കം ഫൗണ്ടേഷൻ ഇട്ടതാരാണ്? സയ്യിദുന ആദം നബി അലൈഹിസ്സലാമാണ് മനുഷ്യരിൽ. അതിനു മുമ്പ് മലക്കുകൾ, മലായിക്കത്തും. ആദം നബി അലൈഹിസ്സലാം ഫൗണ്ടേഷൻ ഇട്ട് 40 കൊല്ലത്തിന് ശേഷം ബഹുമാനപ്പെട്ടവർ മറ്റൊരു സ്ഥലത്ത് കൂടി പള്ളിക്ക് ഫൗണ്ടേഷൻ ഇട്ടു. അതേതാണ്? പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയാണ്. ഫലസ്തീനിലെ പള്ളി ഫൗണ്ടേഷൻ ഇട്ടു. പിന്നീട് ഫലസ്തീനിൽ ഇസ്രായേലി ജനതയ്ക്ക് പ്രവാചകത്വമായി കടന്നു വന്ന പ്രവാചകനാണ് സയ്യിദുന ദാവൂദ് നബി അലൈഹിസ്സലാം. വഅലന്നാ ലഹുൽ ഹദീദ്, ഇരുമ്പിനെ വല്ലാതെ വശമാക്കി കൊടുത്തതായ പ്രവാചകനായിരുന്നു ആര്? ദാവൂദ് നബി അലൈഹിസ്സലാം. കമ്പിയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് കുഴയ്ക്കും, മണ്ണ് കുഴയ്ക്കുന്നു. മുമ്പത്തെ കൈ നല്ലപോലെ വഴ. നമ്മൾ കമ്പി കുഴയ്ക്കാൻ ഭയങ്കര ഇതാണ്. മുമ്പൊക്കെ അങ്ങനെയൊന്നുമില്ല, കയ്യിലിട്ട് ഇങ്ങനെ കുഴച്ച് ഇരുമ്പ്. വഅലന്നാ ലഹുൽ ഹദീദ്, പരിശുദ്ധ ദാവൂദ് നബി അലൈഹിസ്സലാം ഭയങ്കര കഴിവുള്ള വ്യക്തിയാണ്. ബഹുമാനപ്പെട്ടവര് അവിടുന്ന് പാരായണം ചെയ്യാൻ തുടങ്ങിയാൽ അവർക്ക് നൽകപ്പെട്ടതാകുന്ന വേദഗ്രന്ഥങ്ങൾ സബൂർ പാരായണം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരൊറ്റ പക്ഷികൾ പോലും പിന്നീട് പറക്കൂല. ഒക്കെ അങ്ങനെ വല്ല സൈലന്റ്, ഭയങ്കര മാസ്മരിക ഓത്തിന്റെ ആളാണ് സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. ഭയങ്കര ഓത്താണ്. ഖുർആനാണ് പറയുന്നത്. ബഹുമാനപ്പെട്ടവർ വല്ലാത്ത കഴിവുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്കിടയിൽ പ്രവാചകനുമായി നിലകൊണ്ടു, രാജാവുമായി നിലകൊണ്ട വ്യക്തിത്വമാണ്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ രാജാവായി ബഹുമാനപ്പെട്ടവർ നിലകൊള്ളുന്നതാകുന്ന കാലയളവിൽ സമ്പൽ സമൃദ്ധി, നല്ല കാശായി, ജനങ്ങൾക്കിടയിൽ നല്ല കാശ്. അങ്ങനെയാണല്ലോ, ജനങ്ങൾക്ക് ഇഷ്ടംപോലെ കാശ് കൂടി. അങ്ങനെ നല്ല രീതിയിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകൾ തെമ്മാടികളായി മാറാൻ തുടങ്ങി. സമ്പത്ത് കൂടുമ്പോൾ അങ്ങനെയാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. സമ്പത്തിനോട് വല്ലാത്ത ആർത്തി കൂടി ജനങ്ങൾ ഏറ്റവും നന്ദി കെട്ടവരായി മാറി റബ്ബിനോട്, തെമ്മാടികളായി കൊണ്ടിരിക്കുന്നു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു മാരകമായ അസുഖം, പ്ലേഗ് പോലെ ഒരു രോഗം അവർക്ക് കൊടുത്തു. നമുക്ക് കോവിഡ് തന്നതുപോലെ
1,70,000 ആളുകൾ മരിച്ചു ആ ഒരൊറ്റ വിപത്തിൽ. വലിയൊരു വിപത്ത്. അപ്പൊ ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഈ വിപത്തിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഇലാഹായ ജഗന്നിയന്താവായ റബ്ബിനെ സംതൃപ്തിപ്പെടുത്താൻ, അല്ലാഹുവിനെ ആരാധിക്കാൻ ഒരു പള്ളി പണിയണം. ഞാൻ സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആദം നബി അലൈഹിസ്സലാം ഫൗണ്ടേഷൻ ഇട്ടതാകുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടെ പണിതു ഉയർത്തുകയാണ്. ബൈത്തുൽ മുഖദ്ദസ് പണി ആരംഭിക്കുകയാണ്. സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. ഒരാൾ പൊക്കം പള്ളി എത്തിയപ്പോ ദാവൂദ് നബി അലൈഹിസ്സലാം വഫാത്തായി. അല്ലാഹു അടുത്ത ദറജ ഉയർത്തട്ടെ. പള്ളിയുടെ പണി ഇങ്ങനെ റാഹത്തായിട്ട് വരാൻ ഒരാൾ പൊക്കം എത്തിയപ്പോഴത്തേക്കും ദാവൂദ് നബി അലൈഹിസ്സലാം മരണപ്പെട്ടു. പിന്നീട് ഭരണത്തിലേക്ക് വന്ന രാജാവായിരുന്നു ആര്? ബഹുമാനപ്പെട്ടതാകുന്ന സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. മകനുമാണ് ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ മകന്. ബഹുമാനപ്പെട്ടവർ വന്ന് പള്ളിയുടെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഐക്യകണ്ഠേന ജനങ്ങളുടെയും അതോടൊപ്പം തന്നെ ജിന്നുകളുടെയും സഹായത്താൽ ബൈത്തുൽ മുഖദ്ദസ് പരിപൂർണമായി പണിതു തീർത്തു സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാം. ലോകം അടക്കി ഭരിച്ച ചക്രവർത്തിമാരിൽ ഏറ്റവും ഉത്തമനായ വ്യക്തിയായിരുന്നു സോളമൻ എന്ന ചരിത്രം രേഖപ്പെടുത്തിയ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാം. ഉന്നതനായ വ്യക്തിയായിരുന്നു. അള്ളാഹു അടുത്ത ദറജ ഉയർത്തട്ടെ. അവരുടെ ഒക്കെ പൊരുത്തം അള്ളാഹു നമ്മുടെ ഈ സദസ്സിൽ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രവാചകന്മാരെയും നമുക്ക് വേണ്ടവരാണ്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റുസുലിഹി. ഒരു പ്രവാചകനും ഇടയിൽ വേർതിരിക്കാൻ പാടില്ല. ഒക്കെ ഉന്നതരായ ആളുകളാണ്. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ പള്ളിയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം പള്ളി ഉദ്ഘാടിച്ചു ആര് തന്നെ? സുലൈമാൻ നബി അലൈഹി സ്വലാം. കാരണം ഏറ്റവും ഉന്നതനായ പ്രവാചകനാണ്, ലോകം മുഴുവൻ അടക്കി ഭരിച്ച വ്യക്തിയാണ്. ബൈത്തുൽ മുഖദ്ദസ് ഉദ്ഘാടിക്കാൻ അദ്ദേഹം തന്നെ നിന്നു. ബഹുമാനപ്പെട്ടവർ തന്നെ അതിനുള്ളിൽ നിസ്കരിച്ചതിന് ശേഷം ദുആ ചെയ്യുകയാണ്. വിധങ്ങൾ പറയാം. ശ്രദ്ധിച്ചോ, ഈ ഹദീസിലുണ്ട് എന്ത്? അതിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ചാൽ പാപം പൊറുക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. قال رسول الله صلى الله عليه وسلم നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലമ്മാ ഫറഗ സുലൈമാനു മിൻ ബിനാഇ ബൈത്തുൽ മുഖദ്ദസി. പരിശുദ്ധമാക്കപ്പെട്ടതായ ബൈത്തുൽ മുഖദ്ദസിന്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷം സല്ലല്ലാ ഫീഹി റകഅതൈൻ. ബഹുമാനപ്പെട്ടവർ അതിനുള്ളിൽ നിസ്കരിക്കുകയാണ്. സുമ്മ ദഅല്ലാഹ സലാഫാ. അല്ലാഹുവിനോട് 3 കാര്യങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. 3 കാര്യങ്ങൾ ചോദിച്ചു വാങ്ങി. ഒന്നാമതായി ബഹുമാനപ്പെട്ടവരെ 2 കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് മസ്ജിദുൽ അഖ്സയുടെ അകത്തളന്നിലിരുന്നുകൊണ്ട് ആദ്യമായിട്ടുള്ള പ്രാർത്ഥന നടത്തുകയാണ്. സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം അയ്യുസാദിഫ ഹുക്മി. പടച്ച റബ്ബേ, എനിക്ക് മാന്യമായ ജനങ്ങൾക്കിടയിൽ ന്യായയുക്തമായ വിധികൾ നടത്താൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ന്യായമായ വിധിക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഒരാളോടും അന്യായമായ ഒരു വിധിയും നടത്താതിരിക്കാനുള്ള തൗഫീഖ് എനിക്ക് നൽകണം. കാരണം ഞാൻ രാജാവാണ്. ജനങ്ങൾ വന്ന് പല പ്രശ്നങ്ങളും പറയും. അപ്പൊ ന്യായം എവിടെയാണോ അതനുസരിച്ച് വിധി നടത്താൻ എനിക്ക് തൗഫീഖ് തരണേ. നല്ല ദുആ. അപ്പൊ ബഹുമാനപ്പെട്ടവരാണ് ദുആ അല്ലാഹു ഖബൂലാക്കി. അതിന്റെ അർത്ഥം എന്താ? ആ പള്ളിയിൽ എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടും. അല്ലാഹു പോകാൻ തൗഫീഖ് തരട്ടെ. ഖൈറായത് ചോദിക്കാൻ തൗഫീഖ് നൽകട്ടെ. രണ്ടാമത് ചോദിച്ചു സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാം എന്ത്? എനിക്ക് ശേഷം ലോകത്ത് ഒരാൾക്കും എനിക്ക് നൽകിയിരിക്കുന്ന അധികാരം മറ്റൊരാൾക്ക് നീ കൊടുക്കരുത് അല്ലാഹ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയുടെ അകത്തളത്തിൽ വെച്ച് നിന്നോട് എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് ശേഷം ലോകത്ത് ഒരാൾക്കും ഇതുപോലത്തെ അധികാരം നീ നൽകരുത് നാഥാ, നീ നൽകരുത് അല്ലാഹ്.
ബഹുമാനപ്പെട്ടതാകുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ മിമ്പറിൽ വെച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ ലോകത്ത് ആര് വന്നാലും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ തട്ട് തന്നെയാണ് ഏറ്റവും വലിയ തട്ട്. ബഹുമാനപ്പെട്ടവർക്ക് നൽകിയതുപോലെ ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരം അല്ലാഹു ഈ ദുനിയാവിൽ ഒരാൾക്കും നൽകിയിട്ടില്ല, നൽകുകയുമില്ല. ചോദിച്ചു വാങ്ങുകയാണ്. അമേരിക്കയും റഷ്യയും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള ലോകരാജ്യങ്ങൾ മുഴുവനും ഒരുമിച്ചിരുന്നു കൊണ്ട് ഭരണം നടത്തിയാലും സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ അധികാരത്തിന്റെ പരമോന്നത പദവി ഒരിക്കലും എത്തിക്കാൻ പറ്റൂല. അത്രയേറെ സമുന്നതമാകുന്ന പദവിയാണ്. ലോകം അടക്കി ഭരിക്കാനുള്ള കഴിവ് അല്ലാഹു ബഹുമാനപ്പെട്ടവർക്ക് നൽകി. മസ്ജിദുൽ അഖ്സയിലെ ചോദ്യമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മൂന്നാമതായി ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്, വഅല്ലാ യഅതി അഹദുൻ ഇലാ ഹാദൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ സ്വലാത ഫീഹി ഇല്ലാ ഖറജ മിൻഹു കയൗമി വലദതുഹു ഉമ്മുഹു. ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ, ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്ന് ഈ പരിശുദ്ധമാക്കപ്പെട്ട ജെറുസലേമിലെ ഫലസ്തീനിലെ ഈ പവിത്രമാക്കപ്പെട്ടതാകുന്ന മസ്ജിദുൽ അഖ്സയുടെ അകത്തളത്തിലേക്ക് 2 റക്അത്ത് നിസ്കരിക്കുക എന്ന ലക്ഷ്യത്തിൽ ആരൊരുവൻ ലോകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് വരുന്നോ, അവൻ ഈ പള്ളിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് പുറത്തു പോകുമ്പോ ഉമ്മ പ്രസവിച്ച പൊന്നുമോനെ പോലെ നീ ആക്കണേ അല്ലാ, പാപ സുരക്ഷിതത്വം കൊടുക്കണേ അല്ലാ. സുലൈമാൻ നബി അലൈഹിസ്സലാം മൂന്നാമതായി ദുആ ചെയ്തു, അല്ലാഹു സ്വീകരിച്ചു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ സംഭവം പറയുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൊതിക്കുകയാണ്, എനിക്ക് മസ്ജിദുൽ അഖ്സ വരെ ഒന്ന് പോകണം. മസ്ജിദുൽ അഖ്സയിലേക്ക് പോകാൻ ബഹുമാനപ്പെട്ടവർ ഒട്ടകത്തെ റെഡിയാക്കി യാത്ര ചെയ്യുകയാണ്. അന്നത്തെ യാത്രയാണ്. ഇന്നുള്ള മനോഹരമാകുന്ന പാതകൾ താണ്ടിയിട്ടല്ല, ദുർഘടമാകുന്ന മരുഭൂമിയിലൂടെയുള്ള വലിയ യാത്രയാണ്. 2000 കിലോമീറ്റർ അപ്പുറത്തുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് മദീനയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പൊന്നമോന് മുത്തബിഉസ്സുന്ന എന്ന ചരിത്രം രേഖപ്പെടുത്തി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യാത്ര തിരിക്കുകയാണ്. കുതിരയുടെ ഒട്ടകത്തിന്റെ പുറത്ത് യാത്ര ചെയ്ത് പരിശുദ്ധമാക്കപ്പെട്ട ഫലസ്തീനിന്റെ മണ്ണിലെത്തി പുണ്യമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സ കണ്ടു. അതിനുള്ളിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്ത് പുറത്തിറങ്ങുമ്പോ ഫലസ്തീനിലേതാകുന്ന ആളുകൾ വന്നുകൊണ്ട് വെള്ളം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. കാരണം ഈ വന്നിരിക്കുന്നത് പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായിയ അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ഒരു സുന്നത്ത് പോലും ജീവിതത്തിൽ കളയാത്ത, എല്ലാ സുന്നത്തുകളും ജീവിതത്തിൽ കൃത്യമായി എടുക്കുന്ന, ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാത്ത സൂക്ഷ്മ വ്യക്തിത്വമല്ലേ ബഹുമാനപ്പെട്ടവർ. അദ്ദേഹത്തെ സൽക്കരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ സൽക്കാരം സ്വീകരിക്കുന്നില്ല. സന്തോഷത്തോടുകൂടി അവരോട് പറയുകയാണ്, എനിക്ക് നിങ്ങളോട് വെറുപ്പില്ല, എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തത്, ഞാൻ എന്തുകൊണ്ടാണ് വെള്ളം കുടിക്കാത്തത് എന്നറിയുമോ? ബഹുമാനപ്പെട്ട റസൂലുള്ള പറഞ്ഞത്, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന എങ്ങനെയെന്നറിയുമോ? ലാ യുരീദു ഇല്ല സ്വലാത ഫീഹി, ലാ യുരീദു ഇല്ല സ്വലാത ഫീഹി. ലോകത്തിന്റെ കോണുകളിൽ നിന്ന് ഈ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്ക് ജനങ്ങൾ വരുന്നത് നിസ്കരിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ്. കഴിക്കാനല്ല, കുടിക്കാനല്ല, ഭുജിക്കാനല്ല, രസിക്കാനല്ല, കളിതമാശകൾ ഏർപ്പെടാനല്ല, പർച്ചേസ് ചെയ്യാനല്ല. ഇവിടെ വരുന്നത് നിസ്കരിക്കാൻ മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ്. അങ്ങനെ വരുന്നവർക്ക് നിസ്കാരം കഴിഞ്ഞ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ഉമ്മ പ്രസവിച്ചതാകുന്ന കുഞ്ഞിനെ പോലെ പാപ സുരക്ഷിതത്വം കൊടുക്കണേ. ആ ഒരു കൂലി എനിക്ക് കിട്ടണമെങ്കിൽ, ഉമ്മ പ്രസവിച്ച പൊന്നുമോനെ പോലെ പാപ സുരക്ഷിതത്വമുള്ളവനായി ഞാൻ മാറണമെങ്കിൽ ഒന്നും കഴിക്കാതെ കുടിക്കാതെ തിരിച്ചു പോകണമെന്നാണ് എന്റെ ലക്ഷ്യമെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു
പള്ളിയുടെ പരിസരത്തൊന്നും ഒന്നും കഴിക്കാൻ തയ്യാറായില്ല. തിരിച്ചൊട്ട കൊടുത്ത് അദ്ദേഹം പോയി. കാരണം എന്താ, ഇവിടുന്ന് കഴിക്കാനും കുടിക്കാനും ഒന്നും അല്ല ഇവിടെ വരേണ്ടത്. ഇതിന് വരണം നിസ്കരിക്കാൻ പറയാം. നമ്മളിപ്പോ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ പർച്ചേസ് ആണ് ആദ്യം തന്നെ. പെട്ടി 30 കിലോയുടെ ലഗേജാണ് കൊണ്ടുപോകേണ്ടതെന്ന് പറയുമ്പോൾ കറക്റ്റ് 30 കിലോയുടെ തന്നെ കണക്കാക്കി കൊണ്ടുപോകാൻ. കാരണം അവിടെ ചെന്ന് നല്ല റാഹത്തായിട്ട് സാധനം വാങ്ങിച്ചോളൂ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർത്ത്. പള്ളിയുടെ പരിസരത്തൊന്നും ഒന്നും എന്ത് ചെയ്യാൻ നിന്നില്ല, കുഴിക്കാനും കഴിക്കാനും ഒന്നും നിന്നില്ല. തൊട്ട് മാറി പിന്നെ കഴിച്ചിട്ടുണ്ടാവാം. എന്തിനാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം? എന്താണ്? ഇവിടെ വന്ന് നിസ്കരിച്ചാൽ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാകും. ലോകത്ത് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചതാകുന്ന ഉമ്മ പ്രസവിച്ചതാകുന്ന കുഞ്ഞിനെ പോലെ പാപസുരക്ഷിതത്വം കിട്ടുമെന്ന് പറഞ്ഞ ഒരു അമലുണ്ട്, പരിശുദ്ധമായ ഹജ്ജാണ്. അതേപോലെ മറ്റൊരു അമല് മസ്ജിദുൽ അഖ്സയിലെത്തി 2 റക്അത്ത് നിസ്കരിച്ചാൽ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാകും ഹബീബ് മുഹമ്മദ് മുസ്തഫ. വേറൊരു പള്ളിക്കില്ല. 3 പള്ളിക്കാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠത. ഒന്ന് പരിശുദ്ധമായ കഅബ, മറ്റൊന്ന് മസ്ജിദുൽ ഹറാം, മറ്റൊന്ന് മസ്ജിദുൻ നബവി, മൂന്നാമത്തേത് മസ്ജിദുൽ അഖ്സ, മൂന്നാമത്തെ ഹറമാണ്. അവിടെ എത്തി 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം കിട്ടിയാൽ പാപസുരക്ഷിതത്വം. മസ്ജിദുൽ ഹറാമിൽ പരിശുദ്ധ കഅബയുടെ പരിസരത്ത് വന്ന് 1 റക്അത്ത് നിസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്ന നേട്ടം 1 ലക്ഷം റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം കിട്ടുമെന്ന് ഹദീസിലുണ്ട്. ആ ഹദീസ് വിശദീകരിച്ച് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥം തുഹ്ഫത്തുൽ മുഹ്താജിൽ രേഖപ്പെടുത്തുന്നു. 10,000 കോടി റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം കിട്ടും ഒറ്റ റക്അത്ത് നിസ്കരിച്ചാൽ. എവിടെ? കഅബയുടെ പരിസരം. അപ്പൊ എപ്പോഴും മഹത്വം അതിന് തന്നെയാണ്. 1-ാം നമ്പർ അത് തന്നെ, കഅബയുടെ പരിസരം. അല്ലാഹു പോകാൻ തൗഫീഖ് തരട്ടെ. 1 റക്അത്ത് നിസ്കരിച്ചാൽ തന്നെ 10,000 കോടി റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം. പരിശുദ്ധമായ കഅബയുടെ പരിസരം, മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി 2-ാം സ്ഥാനം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും കൂടി പണിതു തീർത്ത മസ്ജിദുൻ നബവിയിൽ പ്രവാചകരുടെ പള്ളിയിൽ 1 റക്അത്ത് നിസ്കരിച്ചാൽ 10,000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം. മറ്റുള്ള സ്ഥലങ്ങളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത അവിടെ 10,000 റക്അത്ത് നിസ്കരിച്ച നേട്ടം കിട്ടും. മസ്ജിദുൽ അഖ്സയിൽ 1 റക്അത്ത് നിസ്കരിച്ചാൽ 1000 റക്അത്ത് നിസ്കരിച്ച നേട്ടം കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് നിസ്സാരമായി കാണരുത്. കാരണം നമ്മളിപ്പോ നിസ്കരിച്ച ഇശാ 4 റക്അത്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ 27 ജമാഅത്ത് ഇല്ലെങ്കിൽ 1 ഉള്ളൂ. മനസ്സിലാകുന്നുണ്ട്? ഒറ്റ റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം തന്നെ ഉള്ളൂ. ആ 4 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 27 ഇരട്ടി കിട്ടുമ്പോഴാണ് എന്നതാ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴാണ്. എന്നാൽ മസ്ജിദുൽ അഖ്സയിൽ എത്തിയിട്ട് അവിടെ 1 റക്അത്ത് വെറുതെ സുന്നത്ത് നിസ്കരിച്ചാൽ തന്നെ എന്ത് കിട്ടും? 1000 റക്അത്ത് നിസ്കരിച്ചാൽ കിട്ടും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ലോകത്ത് ഈ 3 പള്ളികൾക്ക് ഏറ്റവും മഹത്വമുള്ളൂ. ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ. നിസ്കരിക്കുക, മറ്റ് അമലുകൾ ചെയ്യുക എന്ന നിലയ്ക്ക് നിങ്ങൾ യാത്ര ചെയ്യേണ്ടത് ഈ 3 പള്ളികളിലേക്കാണ്. അല്ലാഹു പോകാൻ തൗഫീഖ് തരട്ടെ. മറ്റുള്ള പള്ളികൾക്കൊക്കെ മഹത്വമുണ്ട്. ഉദാഹരണത്തിന് വലിയ ജുമാഅത്ത് പള്ളി നമ്മുടെ നാട്ടിൽ, അതിനേക്കാൾ ഉത്തമം ചെറിയ പള്ളികളാണോ? ഏറ്റവും ഉത്തമം ഏതാ? വലിയ ജുമാഅത്ത് പള്ളി തന്നെ. കാരണം അവിടെ ജമാഅത്ത് അധികരിച്ചിട്ടുണ്ട്. വലിയ ജമാഅത്തിൽ പങ്കെടുക്കലാണ് ചെറിയ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ ജമാഅത്തിന്റെ വിഷയത്തിൽ പുണ്യം. പള്ളിക്ക് വേറെ മഹത്വമൊന്നും എവിടെയില്ല. പള്ളിയൊക്കെ സമമാണ്. ലോകത്ത് ഈ 3 പള്ളിക്ക് ശ്രേഷ്ഠതയുള്ളൂ. മനസ്സിലാക്കണം. പിന്നെ ചില പള്ളികൾക്ക് നമ്മൾ മഹത്വം പറയും. എങ്ങനെ? അവിടെ ഇന്ന മഹാൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട്. അമ്പുറത്തെ പള്ളിക്ക് ഒരു മഹത്വമുണ്ട്. അത് ബഹുമാനപ്പെട്ടവരുടെ കാൽപാദങ്ങൾ പതിഞ്ഞ പള്ളി, അല്ലെങ്കിൽ അവിടുത്തെ ചാരമുണ്ട് എന്ന നിലയ്ക്ക് ആ മഹത്വങ്ങൾ അടങ്ങിയിരിക്കുന്നതിന്റെ പേരിലൊരു മഹത്വം. അല്ലാതെ ഒരു മഹത്വം ഈ 3 പള്ളികൾക്ക് തന്നെയാണുള്ളത്. പ്രത്യേകം മനസ്സിലാക്കുക. അതിൽപ്പെട്ട 3-ാമത്തെ പള്ളിയാണ്, 3-ാമത്തെ ഹറമാണ് ഏത്? മസ്ജിദുൽ അഖ്സ. അവിടെ 2 റക്അത്ത് നിസ്കരിച്ച പാപം മുഴുവൻ പൊറുക്കും. ഞാൻ നിർത്താണ്, നീട്ടുന്നില്ല. ഒറ്റ ഹദീസ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ യഅതി ദജ്ജാലു ഇലാ അർബഅതി അമാകിന. സ്വഹാബാ അവസാന കാലഘട്ടത്തിൽ ജനങ്ങൾ മുഴുവനും പേടിക്കുന്ന ഫിത്നയിലാകുന്ന ദജ്ജാൽ 4 സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുകയില്ല. സ്വഹാബ, ലാ യഅതി ദജ്ജാലു ഇലാ അർബഅതി അമാകിന. 4 സ്ഥലങ്ങളിലേക്ക് ദജ്ജാൽ കടക്കൂല. ഒന്ന് കഅബയാണ്, മറ്റൊന്ന് എന്റെ മദീനയാണ്, മൂന്നാമത്തത് പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയാണ്, നാലാമത്തത് മൂസാ നബി അലൈഹിസ്സലാമുമായി സംസാരിച്ചതായ അല്ലാഹു സംസാരിക്കാനിടയായ തൂരി സീനാ പർവതമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 സ്ഥലങ്ങളിലേക്ക് ദജ്ജാൽ വരൂല. ആരാണ് ഈ ദജ്ജാൽ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാമിൻ നബിയ്യൻ ഇല്ലാ വഖദ് അൻദറ ഖൗമഹു അനിൽ മസീഹിദ് ദജ്ജാൽ. അവസാന കാലഘട്ടത്തിൽ മുത്തുനബിയുടെ സമുദായത്തിന്മേൽ കടന്നു വരുന്ന ദജ്ജാലിനെ കുറിച്ച് ലോകത്തുള്ള സർവ്വ അമ്പിയാക്കളും അവരുടെ സമുദായത്തിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടത്രേ. അത്രയേറെ പേടിക്കേണ്ട ആളാണ് ദജ്ജാൽ. ഈമാനുള്ളവരെ, വിശ്വാസം ഉറപ്പിക്കണേ, വിശ്വാസം ഉറപ്പിക്കണേ. എല്ലാ നബിമാരും അതത് സമുദായത്തോട് വന്നുകൊണ്ട് പറയുമായിരുന്നു അത്രേ, മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ അവസാനത്തിൽ ദജ്ജാൽ കടന്നു വരും. അവനൊരു സാദാസീത വ്യക്തിയല്ല, അവൻ ജനങ്ങളെ പിഴപ്പിക്കുന്നവനാണ്, പിഴപ്പിക്കുന്നവനാ. അവൻ കാഫിറാണ്, കാഫിറാ. ജനങ്ങളെ ഈമാനിൽ നിന്ന് തെറ്റിക്കുന്നവനാണ്, തെറ്റിക്കുന്നവനാണ്. എല്ലാ നബിമാരും അതത് സമുദായത്തിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഉറക്കെ പറയാറുള്ള ദജ്ജാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ കാലഘട്ടത്തിൽ കടന്നു വരൂല, അവസാന കാലഘട്ടത്തിൽ കടന്നു വരുന്ന ദജ്ജാൽ ലാ യഅതി ദജ്ജാലു ഇലാ അർബഅതി അമാകിന. 4 സ്ഥലങ്ങളിൽ അവനെ കടക്കാൻ പറ്റൂല കേട്ടോ. ഒന്ന് കഅബയാണ്, മറ്റൊന്ന് പരിശുദ്ധമാക്കപ്പെട്ട എന്റെ മദീനയാണ്, മൂന്നാമത്തത് പവിത്രമായ ജനങ്ങളുടെ ഒന്നാമത്തെ കിബിലയായിരുന്ന മൂന്നാമത്തെ ഹറമായി പരിശുദ്ധ ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുള്ള മസ്ജിദുൽ അഖ്സയാണ്, മസ്ജിദുൽ അഖ്സയാണ്. ഫലസ്തീനിലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മാത്രമല്ല, ലോകത്തുള്ള മുസ്ലിം സമുദായത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മണ്ണ ആ ഫലസ്തീനിലെ ജെറുസലേം പവിത്രമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരിക്കലും ദജ്ജാലിനെ കടക്കാൻ പറ്റൂല. 4മത്തത് വത്തൂർ, തൂരി സീനാ മലയാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പഠിച്ചു വെക്കണേ മുസ്ലിമേ. മുസ്ലിമീങ്ങൾക്ക് ഒരിക്കലും അന്യമാക്കപ്പെട്ട മണ്ണല്ല ഫലസ്തീൻ. നാളെ മഹ്ശറയാക്കി മാറ്റുന്നതാകുന്ന ഭാഗമാണ് ഫലസ്തീൻ. നാളെ സ്വർഗ്ഗത്തിലേക്ക് ചേർക്കുന്ന മണ്ണാണ് ബൈത്തുൽ മുഖദ്ദസ്. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ളതായ 1,24,000 അംബിയാ മുർസലീങ്ങളും നിസ്കരിച്ചതാകുന്ന ഒരു പള്ളി ഉണ്ടെങ്കിൽ അത് പവിത്രമായ മസ്ജിദുൽ അഖ്സയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാഫി ബൈത്തുൽ മഖ്ദസി ഇല്ലാ മൗദിഉ ശിബ്രിൻ ഇല്ലാ വസജദ ഫീഹി മലകുൻ ഔ ഖാമ ഫീഹി നബിയ്യുൻ. പവിത്രമാക്കപ്പെട്ടതാകുന്ന മസ്ജിദുൽ അഖ്സയിൽ ഒരു ചാണിന് സ്ഥലമില്ല സഹാബ. മാഫി ബൈത്തുൽ മഖ്ദസി മൗദിഉ ശിബ്രിൻ ഇല്ലാ വസജദ ഫീഹി മലകുൻ ഔ ഖാമ ഫീഹി നബിയ്യുൻ. ഒരു ചാണ് വെക്കാനുള്ള സ്ഥലം മസ്ജിദുൽ അഖ്സയിലില്ല. അവിടെ മലക്കുകൾ നിസ്കരിച്ചിട്ടുണ്ട്, അവിടെ പ്രവാചകന്മാർ സുജൂദ് ചെയ്ത മണ്ണാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, പാലക്കാട് ജില്ലയിലെ തിരുവേഗപ്പുറയും ഉച്ചിത്തറയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സ്നേഹനദികളാകുന്ന മുസ്ലിം അംഗമാരോട്, സഹോദര സഹോദരിമാരോട്, എന്നെ കേൾക്കുന്ന ലൈവായി കേൾക്കുന്ന ആയിരക്കണക്കിന് പ്രിയപ്പെട്ട മുസ്ലിം അംഗമാരോട്, റൂഹേ ബയാൻ കുടുംബാദികളടക്കമുള്ള സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് നിസാരമായി തള്ളാനുള്ള മണ്ണല്ല ഫലസ്തീൻ. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട മണ്ണാണ്. എത്രയോ പാവപ്പെട്ട മക്കളാണ് മരണപ്പെട്ടു പോയത്. ഹയാ എന്ന പേരുള്ള പൊന്നുമോള് മരിക്കുന്നതിന് മുമ്പ് അറബിയിൽ കുറിപ്പ് എഴുതി വെക്കുകയാണ്, വസിയത്ത് എഴുതി വെക്കുകയാണ്, ഞാൻ ഹയാണ്, ഇന്നല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ ഞാൻ മരിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് എന്റെ കൊച്ചുടുപ്പുകൾ നിങ്ങൾ കഴുകി സൂക്ഷിക്കണം. ആർക്കാണോ കിട്ടുന്നത്, എന്റെ ബോഡി കിട്ടുന്നത് ഞാനാണെന്ന് വ്യക്തമായാൽ എന്റെ ഉടുപ്പുകൾ നിങ്ങൾ കഴുകിയിട്ട് അത് പാവപ്പെട്ട എന്റെ കുടുംബക്കാർക്ക് നൽകണം. എന്റെ കളിപ്പാട്ടങ്ങൾ എന്റെ പ്രിയപ്പെട്ട എളാമ മൂത്താമ്മമാരുടെ മക്കൾക്ക് കൊടുക്കണം. എന്റെ ചെരുപ്പുകൾ നിങ്ങൾ വൃത്തിയാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് കൊടുക്കണം. എത്ര ഹൃദയവേഗമാകുന്ന വർത്തമാനമാണ്. അറബിയിൽ എഴുതി വെച്ചുകെട്ട് ഷഹീദത്താകാൻ, മരണപ്പെടാൻ വേണ്ടി തയ്യാറാകുന്ന മക്കളെയല്ലേ കാണുന്നത്. അവർ ഈമാനുള്ളവരാണ്, അവർ പരിശുദ്ധമായ ദീനിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. നമ്മൾ ഇന്ന് മലബാറിന്റെ മക്കൾ തലയിൽ തട്ടമിടണോ വേണ്ടയോ എന്നുള്ള ചർച്ചയാണ്. സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് ഒരു താത്തയിരുന്ന് വിളിച്ചു പറഞ്ഞത് കേട്ടില്ലേ? ഖുർആനിൽ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ തലയിൽ തട്ടമിടാൻ
കൊടുക്കാനുള്ള ആയത്ത് ഇല്ല എന്ന് പറയുകയാണ്. ഇത്തരത്തിൽ വിവരമില്ലാത്ത ആളുകൾ സോഷ്യലിസ്റ്റുകളായി സമൂഹത്തിൽ കണക്കാക്കപ്പെടുന്ന യുഗമാണ്. ഫെമിനിസ്റ്റുകളായി, ലിബറലിസത്തിന്റെ വക്താക്കളായി, നിരീശ്വരവാദികൾക്ക്, യുക്തിവാദികൾക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങളും ആശയങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിം അംഗമാർക്ക് മോശപ്പെട്ട ജീവിതം പകരുന്ന ഇത്തരത്തിലുള്ള ആളുകളെയാണ് പരിശുദ്ധമായ ദീനിൽ നിന്ന് അകറ്റി നിർത്തേണ്ടത്. അവർ ദീനിന്റെ വക്താക്കളല്ല. ഖുർആനിൽ തലയിൽ തട്ടമിടണമെന്ന് മാത്രമല്ല, മുഖം വരെ അന്യരാകുന്ന പരപുരുഷന്മാരിൽ നിന്ന് മറച്ചു നടക്കണമെന്ന് വ്യക്തമായി പഠിപ്പിച്ചതായ ഖുർആനാണ്. അല്ലാഹുവിന്റെ കലാമിനെ ചോദ്യം ചെയ്ത് മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞ് ഹാത്തിമത്ത് അന്ത്യം മോശമാകുന്ന ഒരവസ്ഥ നിങ്ങൾ സൂക്ഷിക്കണേ. ഏത് വ്യക്തിയായിരുന്നാലും ആഖിബത്ത് മോശമാകുന്നതിനെ ഗൗനിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകളെ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്നില്ലെന്ന് മാത്രമല്ല, കള്ളു കുടിച്ചുകൊണ്ടും വ്യഭിചരിച്ചുകൊണ്ടും തലയിൽ തട്ടമിടാതെയും സിനിമ കണ്ടും സീരിയൽ കണ്ടുകൊണ്ടും സ്വന്തം മക്കളെ സിനിമാറ്റിക് ഡാൻസുകൾ പഠിപ്പിച്ച് അവരെ എങ്ങനെയും റിയൽ എസ്റ്റേറ്റ് വാങ്ങിക്കുവാൻ വേണ്ടി ഓരോ ഷോകളിലും പങ്കെടുപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന രക്ഷിതാക്കളായി നമ്മുടെ തലമുറകൾ മാറുകയാണ്. എന്നാൽ ഫലസ്തീനിൽ നിങ്ങളൊരു വീഡിയോ കണ്ടില്ലേ? അപകടത്തിൽ പെട്ടുകൊണ്ട്, ആക്സിഡന്റിൽ പെട്ടുകൊണ്ട് കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്ന ഒരു മുസ്ലിം സഹോദരി, തലയിൽ തുണിയില്ലാതെ എടുത്തുകൊണ്ടുവരുന്ന ആ പ്രിയപ്പെട്ട സഹോദരിക്ക് ചെറുപ്പക്കാരുടനെ തന്നെ കർച്ചീഫ് എടുത്തിട്ട് തലയിൽ ധരിപ്പിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവരുകയാണ്. അപകടത്തിൽപ്പെട്ട് സുഖമില്ലാതിരിക്കുന്ന സഹോദരിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ തലയിൽ തൊട്ടുകൊണ്ടുകൊണ്ട്, തലയിൽ തട്ടമിട്ട് കൊടുത്തുകൊണ്ട് അവരെ ദീനീബോധ ചിട്ടയിലേക്ക് കൊണ്ടുവരുകയാണ്. അവർക്കുള്ള ഈമാൻ ഇന്നത്തെ തലമുറയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെയാണ് ലോകം മുഴുവനും മുസ്ലിമിനെതിരെ തിരിയുന്നത്. കളമശ്ശേരിയിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോ ആ ബോംബ് സ്ഫോടനത്തിന്റെ പ്രതികളായി ജനങ്ങൾ തിരഞ്ഞത് മുസ്ലിമീങ്ങളെയല്ലേ? മുസ്ലിമീങ്ങളെയല്ലേ? ഒരു വേള നമ്മുടെയൊക്കെ ഹൃദയത്തിൽ പോലും ഒരു മുസ്ലിമിന്റെ പേരല്ലേ പതിഞ്ഞത്? നമ്മുടെയൊക്കെ ഹൃദയത്തിൽ പോലും ഒരു മുസ്ലിമിന്റെ ചിത്രമല്ലേ പതിഞ്ഞത്? ആ രീതിയിൽ ഇസ്ലാമോഫോബിയ വളർന്ന നിലയ്ക്കായി ഇന്നത്തെ തലമുറ മാറിയില്ലയോ? പഠിച്ചു വെക്കണേ. അവസാനം ഒരു അന്യമതത്തിൽപ്പെട്ടവൻ അതിന്റെ മുഴുവൻ കാര്യങ്ങളും ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോ കേസ് പരിപൂർണമായി ഒതുങ്ങിപ്പോവുകയാണ്. ആർക്കും പിന്നെ അതിന്റെ കാര്യം എവിടെ എത്തി, ആ കേസ് എവിടെയാ എന്ന് അന്വേഷിക്കുക പോലും വേണ്ട. ഈ രീതിയിലേക്ക് ലോകത്തുള്ള മുഴുവൻ ആളുകളും മുസ്ലിമിനെ ഏത് വിഷയത്തിലും പ്രതിക്കൂട്ടിലാക്കണമെന്നുള്ള ചിന്തയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇതിന്റെ കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഹുബ്ബുദ്ദുനിയാ, ദുനിയാവിനോടുള്ള മനുഷ്യന്റെ പ്രേമമാ. രണ്ടാമത്തത് കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വിരക്തിയാണ്, വെറുപ്പാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ.